ഗൈസ്, നമ്മൾ എന്ത് ചെയ്യും ഒരുങ്ങിയിട്ട് പോകുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ സുണ്ടാപ്പികൾക്ക് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എന്തെങ്കിലും ഹായ് പറയടാന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ഇട്ട് ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേണേ പിടിച്ചോന്ന് പറഞ്ഞിട്ട് നേരെ മറിച്ച് ചാരിൻ്റെ എടുത്തിട്ട് വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടാണ് അവൾ ഹായൊക്കെ തന്നത്. കൊച്ചിനെ അറിയില്ലല്ലോ ഇത്ര സന്തോഷമായിട്ടിരുന്നിട്ട് കൊച്ചിനെ കൊണ്ട് ചൂചി കുത്താൻ പോവുകയാണെന്ന്. അങ്ങനെ നമ്മൾ ഓട്ടോയിലാണ്ടോ പോയത്. നമ്മൾ പോയത് കൊട്ടാരക്കരയിലുള്ള താലൂക്ക് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നേരെ നമ്മൾ OP ഒക്കെ എടുത്തിട്ട് നേരെ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഫ്ലോറിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആട്ടോറ് തിരക്ക്. ബുധനാഴ്ച ആയപ്പോൾ കുറച്ചെങ്കിലും തിരക്ക് കുറയുമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് തെറ്റി ഗൈസ്. അൺഫോർച്ചുനേറ്റ്ലി അവിടെ ചെന്നപ്പോഴാണ് കഥയിൽ ട്വിസ്റ്റ്. നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റിയില്ല. കാരണം ഒന്നെങ്കിൽ MR എടുത്ത് അന്ന് തന്നെ ഇഞ്ചക്ഷൻ എടുക്കണമല്ലോ, അല്ലെങ്കിൽ 1 month കഴിഞ്ഞേ എടുക്കാൻ പറ്റുള്ളായിരുന്നു കേട്ടോ. രക്ഷപ്പെട്ട് ഇന്ന് ഇഞ്ചക്ഷൻ എടുക്കണ്ടായിരുന്നു, രക്ഷപ്പെട്ട്. ഓ ദൈവമേ, അല്ല എന്തോ ചെയ്തേനെ. ആദ്യമാണ് പിന്നെ നല്ല ഉറക്കമായിരുന്നു. സോ ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് വണ്ടിയുടെ പൈസ അടയ്ക്കാൻ പോവാം. ആദ്യം കണ്ട കൊല്ലം ബസ്സിൽ തന്നെ ചാടി കയറിയിട്ട് നമ്മൾ നേരെ പോയത് യമഹയുടെ ഷോറൂമിലാണ്. 2 ദിവസം മുമ്പ് ഞാനും മുട്ടറയും കൂടെ വണ്ടി നോക്കാൻ പോകുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ റെഡി ക്യാഷ് പേ ചെയ്തിട്ടാണ് കേട്ടോ വണ്ടി എടുത്തത്. അത് കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേനും കൊട്ട വെയിലും അതുപോലെ കഴിഞ്ഞിട്ട് ഒടുക്കത്തെ വിശപ്പും. വിശന്നാൽ നിങ്ങളല്ലാതാകും എന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങളല്ലാതെ തുടങ്ങിയതുകൊണ്ട് നേരെ കണ്ട മന്തി മനസ്സിലേക്ക് കയറിയിട്ട് നല്ല മന്തി അങ്ങോട്ട് കഴിക്കാമെന്ന് വെച്ചു. മന്തി കൊണ്ടുവച്ചതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാറില്ല ഗൈസ്. കാരണം ആക്രാന്ത് കാരണം പ്ലേറ്റിലിട്ടതിന് ശേഷമാണ് അയ്യോ വ്ളോഗ് എടുത്തില്ലല്ലോ എന്നോർത്തത്. അപ്പോൾ അതേ ആക്രാന്ത് ഞാൻ ഇവിടെയും പാലിച്ചു. അങ്ങനെ നമ്മൾ മന്തിയെല്ലാം കഴിച്ചിട്ട് നേരെ ബസ് കയറി കൊട്ടാരക്കര സ്റ്റാൻഡിൽ ഇറങ്ങി. ഇവിടെ നമുക്കിനി അടുത്ത ബസ് കയറിയിട്ട് വേണം കേട്ടോ വീട്ടിൽ പോകാൻ. അപ്പോൾ നമ്മൾ അവിടുത്തെ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് പൗർണമി ബേക്കറി കയറി. നമ്മുടെ സുഹിത്തൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മേടിച്ച് ഒരു ഓട്ടോയിൽ കയറി നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.